ഇന്നത്തെ പഠനം നമുക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം ആരംഭിക്കാം. ശ്രീ മഹാഗണപതയേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണ കൃഷ്ണ മഹാകൃഷ്ണ സർവജ്ഞത്വം പ്രസീദ മേ. രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയക്ഷ മേ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ വെച്ചിട്ടുള്ള സംസ്കൃത പദങ്ങൾ പഠിച്ചു തുടങ്ങിയിരുന്നു. അതിൽ നമ്മൾ കവർഗം, ചവർഗം, ടവർഗം ഇത്രയും വ്യഞ്ജനാക്ഷരങ്ങളുടെയും പദങ്ങൾ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ അതിനെ തുടർന്നുള്ള ബാക്കിയുള്ള വ്യഞ്ജനാക്ഷരങ്ങളുടെ പദങ്ങൾ നമ്മൾ പഠിക്കും. അതുകൂടാതെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ വരുന്നത് കുറച്ച് പ്രൊഫഷന്റെ പേരുകൾ, അതായത് ഓരോരോ ജോലി ചെയ്യുന്ന ആൾക്കാർ, ഓരോരോ പ്രൊഫഷൻ നോക്കുന്ന ആൾക്കാരുണ്ട്, പ്രൊഫഷണൽസ്. അവരുടെ പേരുകൾ എങ്ങനെയാണ് സംസ്കൃതത്തിൽ വരുന്നത് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ അതും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പഠനം നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമുക്ക് സംസ്കൃത പദങ്ങൾ ബാക്കിയുള്ളവ, അതായത് വ്യഞ്ജനാക്ഷരങ്ങളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതിന്റെ ബാക്കിയുള്ള വ്യഞ്ജനാക്ഷരങ്ങളും അന്തസ്ഥങ്ങൾ, ഊഷ്മാക്കൾ ഇവയുടെയും പദസൂചി നമുക്ക് പഠിക്കാം. സംസ്കൃത പദങ്ങൾ: പദസൂചി, തവർഗഃ, പവർഗഃ, അന്തസ്ഥ വ്യഞ്ജനാനി. അതായത് അന്തസ്ഥങ്ങൾ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന അക്ഷരങ്ങളിൽ അതിന് അന്തസ്ഥ വ്യഞ്ജനാനി എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്. ഊഷ്മ വ്യഞ്ജനാനി, ഊഷ്മാക്കൾ. അന്തസ്ഥങ്ങൾ, ഊഷ്മാക്കൾ, അതാണ് ഊഷ്മ വ്യഞ്ജനാനി. അപ്പൊ നമുക്ക് അതിന്റെ പദങ്ങൾ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇന്നിപ്പോ തുടങ്ങുന്നത് തവർഗത്തിൽ നിന്നാണ്. താ വെച്ചിട്ട് തൽപഹ. തൽപഹ അതായത് കിടക്ക, കൗച്ച്. ഇംഗ്ലീഷിൽ കൗച്ച് എന്ന് പറയാം, കിടക്ക എന്നാണ് അതിന്റെ അർത്ഥം. തൽപഹ. ഇവിടെ കൂട്ടക്ഷരമാണ് വന്നിരിക്കുന്നത്. ലായുടെ പകുതി പായ്, ലായുടെ അർദ്ധാക്ഷരം, പായുടെ പൂർണ്ണാക്ഷരം. തൽപഹ, കിടക്ക. അടുത്തത് ധ. ധുർവഹ. ധുർവഹ അതായത് അർത്ഥം വേദനിപ്പിക്കുക, ടു ഹേർട്ട്, അതാണ് അതിന്റെ അർത്ഥം. ദ. അടുത്തത് ദ. ദാരിക. ദാരിക അർത്ഥം മകൾ, ഡോട്ടർ എന്ന അർത്ഥം. അടുത്തതായി ധ. ധ. ധന്വൻ. ധന്വൻ അതായത് അതിന്റെ അർത്ഥം മരുഭൂമി, ഡെസേർട്ട് എന്ന അർത്ഥം. നാ. നാസിക. നാസിക മൂക്ക്, നോസ്. പാ. അടുത്ത പവർഗം തുടങ്ങുവാണ്. പാ. പടകാരഹ. പടകാരഹ പെയിന്റർ, ചിത്രകാരൻ, അതിന് പറയുന്ന വേർഡാണ് പടകാരഹ. അടുത്തതായി ഫ. ഫ. ഫേരു. ഫേരു. ഫേരു അതായത് നമ്മൾ സംസ്കൃതത്തിൽ ഫ എന്ന് പറയില്ല, ഫ എന്ന ഉച്ചാരണമല്ല, ഫ ഫ എന്നാണ് പറയുന്നത്. ഫേരു. ഫേരു. ഫേരുഹു കുറുക്കൻ ആണ് അർത്ഥം. ജക്കാൾ. അടുത്തത് ബ. ബട്ടുഹു. ബട്ടുഹു ആൺകുട്ടി എന്നാണ് അതിന്റെ അർത്ഥം, ബോയ്. ഭ. അടുത്തത് ഭ. ഭദ്ര. ഭദ്ര പശു എന്നാണ് അർത്ഥം, കൗ. ഇവിടെ രായുടെ രൂപമാണ് ഈ ചരിച്ച വരയിട്ടിരിക്കുന്നത്. ഇത് നമ്മളെ അക്ഷരങ്ങളുടെ ആ രായുടെ പ്രയോഗത്തിൽ ആ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് രാ വന്നിരിക്കുന്നതുകൊണ്ടാണ് ഈ ചിഹ്നം ഇവിടെ വന്നിരിക്കുന്നത്. ഭദ്ര
പശു. അടുത്തത് മാ. മാതുലഹ. മാതുലഹ അമ്മാവൻ. മെറ്റേണൽ അങ്കിൾ, അതായത് അമ്മയുടെ സഹോദരനെയാണ് മാതുലഹ എന്ന് പറയുന്നത്. മാതുലഹ അമ്മാവൻ. അടുത്തത് അപ്പൊ ഇതോടെ നമ്മള് വ്യഞ്ജനാക്ഷരങ്ങളിൽ പവർഗം വരെയുള്ളത് തീർന്നു. അടുത്തത് നമ്മൾ തുടങ്ങുന്നത് അന്തസ്ഥങ്ങൾ. അന്തസ്ഥ വ്യഞ്ജനാനിയാണ് അന്തസ്ഥങ്ങൾ. അതില് യാ. യാണ് ആദ്യത്തെ അക്ഷരം. യാ. യാനഹ. യാനഹ ഇതാണ് വേർഡ്. അർത്ഥം യാത്ര, ജേണി എന്നുള്ള അർത്ഥം. അടുത്തത് രാ. രണഹ. രണഹ യുദ്ധം, വാർ. അടുത്തത് ലാ വെച്ചിട്ട് ലലാടഹ. ലലാടഹ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലായുടെ ഉച്ചാരണം ലാ ആ ശബ്ദം പൂർണ്ണമായിട്ടും വരണം. അപ്പൊ ലലാടഹ എന്ന് വേണം ഉച്ചരിക്കാൻ. ലലാടഹ നെറ്റി, ഫോർഹെഡ്. അടുത്തത് വാ. വാ വെച്ചിട്ട് വക്ത്രഹ. വക്ത്രഹ കായുടെ പകുതിയും തായും ആണ് ഇവിടെ വന്നിരിക്കുന്നത്. തായുടെ അകത്ത് രായുടെ ശബ്ദം ചിഹ്നമാണ് ഈ ചരിച്ച വര വന്നിരിക്കുന്നത്. അപ്പം വക്ത്രഹ. വക്ത്രഹ എന്നാണ് ഇത് വായിക്കേണ്ടത്. മുഖം, ഫേസ് എന്ന് അർത്ഥം. അടുത്തത് ഷാ. ഷാ വെച്ചിട്ട് ശകുലഹ. ശകുലഹ അതിന്റെ അർത്ഥം മത്സ്യം, ഫിഷ്. നമ്മൾ നേരത്തെ ഒരു ക്ലാസ്സിൽ ഫിഷിന് വേറെ ഒരു വേർഡ് പഠിച്ചിട്ടുണ്ട്, ഛശഹ. ഇങ്ങനെ ഒരുപാട് വേർഡ് ഉണ്ട്. അതിൽ ഒന്നാണിത് ശകുലഹ, മത്സ്യം, ഫിഷ്. അതായത് ഇവിടെ ഷാ തൊട്ട് നമ്മൾ ഊഷ്മാക്കൾ തുടങ്ങാണ്. ഷാ. അടുത്തതില് ബാക്കിയുള്ള ഊഷ്മാക്കൾ അക്ഷരങ്ങൾ അടുത്ത സ്ക്രീനിൽ കാണാം. ഷ. ഷ. ഷഡ്പദഃ. ഷഡ്പദഃ തേനീച്ച, ബി എന്നുള്ള അർത്ഥം. ഷഡ്പദഃ. അടുത്തത് സ. സംവരഃ. അതിന്റെ മേളില് ഇതിവിടെ അനുസ്വാരമുണ്ട്. സായുടെ മേളിൽ ഈ കുത്തിട്ടിട്ടുണ്ട്. ഈ ഡോട്ട് ഇടുമ്പോ സം എന്ന് വായിക്കണം. സംവരഃ. സംവരഃ പാലം എന്നാണ് അർത്ഥം, ബ്രിഡ്ജ്. ഹ. അടുത്തത് ഹ. ഹരിദ്ര. ഹരിദ്ര മഞ്ഞൾ എന്നാണ് ഇതിന്റെ അർത്ഥം, ടർമറിക്. ഇവിടെയും ദായില് ആ രായുടെ ശബ്ദം ചിഹ്നമാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്, ചരിച്ച വര. ഹരിദ്ര. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ വ്യഞ്ജനാക്ഷരങ്ങളും അന്തസ്ഥങ്ങളും ഊഷ്മാക്കളും വെച്ചിട്ടുള്ള സംസ്കൃത പദങ്ങള്. ഓരോ അക്ഷരത്തിനും ഓരോ പദങ്ങൾ വെച്ചിട്ട് ഇപ്പൊ നിങ്ങൾ പരിചയപ്പെട്ടു. ഇനി അടുത്തതായിട്ട് നമ്മള് കുറച്ച് വാക്കുകൾ പുതിയതായിട്ട് പഠിക്കുന്നുണ്ട്. അതായത് പ്രവൃത്തിനാമഹ. അതായത് നമ്മള് ഓരോരോ ജോലികൾ ചെയ്യുന്ന പ്രൊഫഷണൽസിന്റെ പേരുകൾ എന്തൊക്കെ എന്നുള്ളത്, അതിന്റെ സംസ്കൃത പദങ്ങൾ എന്താണ് വരുന്നത് എന്നുള്ളതാണ് പഠിക്കുന്നത്. പ്രവൃത്തിനാമഹ, പ്രൊഫഷണൽ നെയിംസ്. അതായത് ഇപ്പം കോമൺ ആയിട്ട് ഉദ്യോഗസ്ഥൻ എന്ന് മലയാളത്തിൽ പറയുന്നതിന് സംസ്കൃതത്തിൽ പറയുമ്പോൾ ഉദ്യോഗസ്ഥഃ. ഉദ്യോഗസ്ഥഃ. ഇവിടെ ആ ദ്യാ എന്ന കൂട്ടക്ഷരമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദായും യായും കൂടെ ചേരുന്ന കൂട്ടക്ഷരമാണിത്. നേരത്തെ ഇത് പദങ്ങളിൽ വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥഃ. അടുത്ത ടൈപ്പിസ്റ്റ് എന്ന് നമ്മൾ പറയുന്നതിന് സംസ്കൃതത്തിലെ വാക്ക് ഉട്ടങ്കഃ. ഉട്ടങ്കഃ. ഇവിടെയും ടാ ഇരട്ടിച്ചിട്ടുണ്ട്, ങായും കായും ചേർത്ത് അതും കൂട്ടക്ഷരമാണ്. ഇട്ടയും വന്നു, ഇങ്കയും ഇങ്ക. രണ്ട് കൂട്ടക്ഷരങ്ങൾ വരുന്ന ഒരു വാക്കാണ്. അപ്പം ഉട്ടങ്കഃ അങ്ങനെയാണ് വായിക്കേണ്ടത്. അടുത്തത് ഓഫീസർ. ഓഫീസർ എന്ന് നമ്മൾ പറയുന്നതിന് സംസ്കൃതത്തിൽ അധികാരി. അധികാരി എന്നാണ് പറയുന്നത്. പ്രൊഫസർ. പ്രാധ്യാപകഃ. പ്രാധ്യാപകഃ. എഞ്ചിനീയർ. തന്ത്രജ്ഞഃ. തന്ത്രജ്ഞഃ. ഇവിടെയും നായുടെ ഇത് കൂട്ടക്ഷരമാണ്. നായുടെ പകുതിയും തായും ചേർന്ന് പിന്നെ തായുടെ അകത്ത് രായുടെ ശബ്ദവും കൂടെ വരുമ്പോ ത്ര എന്നായിരിക്കുകയാണ്. അടുത്ത് ഞാ എന്ന കൂട്ടക്ഷരം ഇവിടെ വന്നിട്ടുണ്ട്.
അപ്പൊ ഇത് വായിക്കേണ്ടത് തന്ത്രജ്ഞ. അടുത്തതായി വക്കീൽ. വക്കീലിന് എന്താണ് സംസ്കൃതത്തിൽ പറയുന്നത്? ന്യായവാദി, ന്യായവാദി. ക്ലാർക്ക്, ലിപികഃ, ലിപികഃ. ലെക്ചറർ, ഉപന്യാസകഃ, ഉപന്യാസകഃ. ഡോക്ടർ, ചികിത്സകഃ, ചികിത്സകഃ. ഇത് മെയിൽ ഡോക്ടറിനാണ് ഇത് പറയുന്നത്. ഫീമെയിൽ ആണെങ്കിൽ ചികിത്സിക എന്ന് വരും. ചികിത്സിക. ഇത് തന്നെ ഈ വേർഡ് തന്നെ കുറച്ചൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ചികിത്സിക എന്ന് വരും. പോലീസുകാരൻ എന്നുള്ളതിന്റെ സംസ്കൃത വേർഡ് ആരക്ഷകഃ, ആരക്ഷകഃ. അപ്പൊ ഇത്രയുമാണ് കുറച്ച് പ്രൊഫഷണൽ നെയിംസ് ഇന്ന് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇതോടെ പൂർത്തിയാകുന്നു. ഇന്നത്തെ പഠനം നമുക്ക് ശാന്തി മന്ത്രം ചൊല്ലിക്കൊണ്ട് പൂർത്തിയാക്കാം. സ്വസ്തി പ്രജാഭ്യാ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ ഗോബ്രാഹ്മണേഭ്യः ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ, ബാക്കി ഉള്ള വ്യഞ്ജനാക്ഷരങ്ങളുടെ ഓരോ വ്യഞ്ജനാക്ഷരങ്ങൾക്കും ഓരോ പദങ്ങൾ, അങ്ങനെ എല്ലാ വ്യഞ്ജനാക്ഷരങ്ങളുടെയും പദങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇതോടെ നമ്മൾ സംസ്കൃത വർണ്ണമാലയിലെ അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള പദങ്ങൾ പൂർണ്ണമായിട്ടും പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ക്ലാസ്സിൽ, ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ സംസ്കൃതത്തില് പദങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ വാക്യങ്ങൾ നിർമ്മിക്കാം. അപ്പൊ അതെങ്ങനെയാണ്, വാക്യങ്ങൾ എങ്ങനെയാണ് സംസ്കൃതത്തിൽ വരുന്നത് എന്നുള്ളത് കുറച്ച് സിമ്പിളായിട്ട് ആദ്യം കുറച്ചായിട്ട് അങ്ങനെ അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ സംശയം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അതിനുള്ള റിപ്ലൈ ഞാൻ തരാം. ഇനി ഈ ചാനൽ ഇതുവരെ പുതുതായി സന്ദർശിക്കുന്നവരുണ്ടെങ്കിൽ അവര് ഈ ചാനൽ, എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.